ഹായ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈ കോലമാണ് ആ ഒരു സിങ്കിൻ്റെ അടുത്ത് കാണുന്നത്. അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ച് എണീച്ച് വേഗം കേട്ടോ പെരങ്ങിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകി പെറുക്കി എടുത്ത് വെക്കുന്നുണ്ട്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉച്ചക്ക് ചോറും കറിയൊന്നും ആക്കിയിട്ടില്ലേനു, വൈകുന്നേരത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഇക്കാൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ എന്തായാലും കറി വെക്കാൻ വാങ്ങാൻ വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരിയും കൂടെ വാങ്ങി കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിനി കേട്ടോ. നമ്മളതൊക്കെ എന്തെങ്കിലും ബർത്ത്ഡേയോ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വന്നാൽ നമുക്ക് നെയ്ച്ചോറായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് എന്തായാലും വാങ്ങി തരുന്നതല്ലേ. അപ്പോൾ പിന്നെ ഓരോത് വരുമ്പോഴും നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണമല്ലോ, അതൊക്കെയല്ലേ ഒരു സന്തോഷം എന്ന് വിചാരിച്ചിട്ടോ ഞാൻ. അപ്പോൾ ഇതാ പിന്നെ ചിക്കൻ ഇതാ ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വേഗം അതിലേക്കുള്ള സാലനെയൊക്കെ ഒന്ന് ഞാൻ കുക്കറിലൊന്ന് തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ വേഗം ഒന്ന് കറിയൊക്കെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചിക്കൻ കറിയാക്കണം, കുറച്ച് പൊരിക്കുകയും ചെയ്യണം. പിന്നെ ഒരു നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ കൊണ്ടുവരുന്നത് തന്നെ 8 മണിക്കാണ് കേട്ടോ. വേറൊരാളടുത്ത് കൊടുത്ത് വിട്ടതായിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ കൊണ്ടുവന്നിട്ട് ആക്കണം. പക്ഷെ ഞാൻ അതിൻ്റെ മുന്നേ തന്നെ വേഗം കറി അങ്ങോട്ട് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കറിക്കുള്ള പൊടികളൊക്കെ അതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ചതച്ചതും എല്ലാം ഒന്ന് ചേർത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. റെസിപ്പി ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെ കാണിക്കണതാണല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ ഇതാ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്നും അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ലോണം വെന്ത് വന്നാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇട്ടിച്ചിട്ട് ഒന്ന് ഓഫാക്കിയാൽ നമ്മളെ കറി അവിടെ റെഡി ആയിക്കോളും. പിന്നെ ഇതാ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ അങ്ങോട്ട് ഇട്ട് കുഴച്ച് പുരട്ടിയിട്ട് നമ്മളെ ചിക്കനും പൊരിക്കാനുള്ളതൊന്നും അവിടെ പെരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിതാ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. 8 മണിയായിട്ടോ അരി കൊണ്ടുവന്നപ്പോൾ തന്നെ വേഗം പിന്നെ നെയ്ച്ചോറും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നാസിമോൻ അവിടെ വെള്ളം മറിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഓനാണ് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ടായിട്ടോ. പിന്നെ ഇക്കറിയാണ്ട് ഞാൻ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ട് കേക്ക് വാങ്ങിയതാണ്. ഇപ്പോൾ ഓന് ഇക്ക വരുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെയാണ്. അത് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലൊക്കെ ഒളിപ്പിച്ച് വെച്ചതായിരുന്നു കേട്ടോ ഞാൻ. ഇക്കാൻ്റെ ജീവിതത്തിൽ ആദ്യമായി, ജനിച്ചിട്ട് ഇത്ര വർഷങ്ങളായിട്ടും ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കേക്കൊക്കെ വാങ്ങി മുറിക്കണതേ. അപ്പം ഞാൻ സർപ്രൈസായിട്ട് ഇക്കറിയാണ്ടൊന്ന് വിളിച്ച് പറഞ്ഞ് ഇവിടെ കൊണ്ടേൽപ്പിച്ചതേനു. മക്കൾക്കും ഞമ്മക്കും ഒരു സന്തോഷം കേട്ടോ. അങ്ങനെ ഇതാ ഇക്കാൻ്റെ കൂടെ നാസിമോനും ഒരു രണ്ടാളും കൂടിയാണ് കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നത്. ഞമ്മക്ക് എല്ലാവർക്കും തന്നു. പിന്നെ ഇതാ നിച്ചുമോളെ വക ചെറിയൊരു കീ ചെയിനും ചെറിയൊരു അത്തറിൻ്റെ കുപ്പി നിച്ചോളും വാങ്ങി കൊടുത്തിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.